ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് നല്ലൊരു ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ 65 ബിരിയാണിയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. 1.5 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്കുള്ള മസാലയ്ക്കായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയാണ് പൊടികൾ എടുത്തുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ കുനുകുന അരിഞ്ഞെടുത്ത പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതും കൂടി ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് നന്നായി എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ മസാലയൊക്കെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കി അതിന് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്ക് ഇടുന്നത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ. ഇനി ചിക്കൻ ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ചിക്കൻ്റെ നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ സമയത്ത് അരി വേവിച്ചെടുക്കുക. അതിനായിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി അരി എടുത്തിട്ടുണ്ട്. അതിനി നന്നായി കഴുകിയതിന് ശേഷം 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കും. പിന്നെ വേറൊരു ബൗളിൽ ഞാൻ ഒരു നുള്ളു സാഫ്രോൺ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വെക്കുന്നുണ്ട്. അരി വേവിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സ്പൈസസ് ഒക്കെ എടുത്ത് വെക്കണം. നമ്മൾ അരി ഒരു 10 മിനിറ്റ് നേരം കുതിർന്നതിന് ശേഷം പിന്നെ അത് ഊറ്റി ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് ഊറ്റി വെക്കണം. അപ്പോൾ ഇതേ വെള്ളമൊക്കെ ഒരുവിധം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാ സ്പൈസസും അതുപോലെ തന്നെ ഒരു വലിയ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ ഊറ്റി വെച്ചുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബിരിയാണി റൈസ് നന്നായി കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ച് പിന്നെ അത് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഊറ്റി വെക്കണം. അതിനുശേഷം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക നമുക്ക് അരി. അപ്പോൾ അരി ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അരി ഇതേ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റി വെക്കാം. അരി ഊറ്റി വെച്ചതിന് ശേഷം പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വന്നപ്പോൾ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിലാക്കി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് പൊടികളൊന്ന് എടുത്ത് വെക്കണം. അപ്പോൾ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് പൊടികൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് ചിക്കൻ വറുത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലും ചൂടായി വരുമ്പോൾ ഒരു 6 പച്ചമുളക് നടുകീറിയതും അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചുള്ള പൊടികൾ അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഏകദേശം 1.5 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡിയായി. ഇനി നമുക്ക് ചോറും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് സെറ്റ് ചെയ്യാനുള്ള പാനൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഒരു ലെയർ ചോറിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ലെയർ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ സാഫ്രോൺ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഫ്രൈ ചെയ്തെടുത്തുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടു. പിന്നെ ഇതിൻ്റെ മേലേക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെയർ ചോറിട്ട് വീണ്ടും സാഫ്രോണും തെളിച്ച് കൊടുക്കുക. വീണ്ടും മല്ലിയിലയും പുതിനയിലയും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടുക. അപ്പോൾ ഇത് നമ്മുടെ ചോറ് കഴിയുന്നവരെ ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് മൂടി അടച്ച് ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5-8 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ഇത് ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പുതിന ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ക്ലീൻ ചെയ്തെടുത്ത പുതിന, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം പുളി, ഒരു ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പ്, ഇത്രയിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്, ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ പുതിന ചമ്മന്തിയും സർലാസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.